ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോളീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാൽപ്പാടയിൽ നിന്നും ബട്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊരു റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പാൽപ്പാടയിൽ നിന്നും ബട്ടർ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആദ്യം പാലിവിടെ കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് പാല് കുക്ക് ചെയ്തെടുക്കാൻ. ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല. ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പാൽപ്പാട കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പാല് കുക്ക് ചെയ്തെടുക്കാൻ. ഇത് തവി വെച്ചൊന്നും ഇളക്കാൻ പാടില്ല. ഇളക്കാതെ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് കാച്ചിയെടുക്കണം. ഇപ്പം പാല് ചെറുതായിട്ട് ഇതാ പാട കെട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോയെന്നറിയില്ല. ഇപ്പോൾ സൈഡിലൂടെ ഒക്കെ ചെറുതായിട്ടൊരു പത വരുന്നത്, ചെറിയ ചെറിയ കുമിളകളായിട്ട് വരുന്നത് കാണാം. പാലൊന്ന് പച്ച ശേഷം നമുക്കിത് അടുപ്പത്ത് നിന്നൊന്ന് ഇറക്കി വെക്കണം. ചൂടാറുന്നത് വരെ കുറച്ച് സമയം കാത്തു നിൽക്കാം. നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമാണ് നമുക്കിതിൽ നിന്ന് പാൽപ്പാട എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതാ പാല് പതയ്ക്കാനായിട്ടുണ്ട്. പാല് നന്നായിട്ട് പതച്ച ശേഷം ഒന്ന് അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിനടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പാൽ ഇതവിടെ പതച്ച് വന്നിട്ടുണ്ട്. നമുക്കിപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം. നന്നായിട്ട് തണുക്കാനായിട്ട് ഒരു വശത്തേക്ക് മാറ്റി വെക്കാം. ഇത് മൂടി വെക്കാൻ പാടില്ല, തണുത്ത് വരുന്നവരെ. മൂടി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നീരാവി വീഴും. അപ്പം പാട കിട്ടില്ല. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് നമുക്ക് പാട എടുത്താൽ നന്നായിട്ട് ഫുള്ളായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കണം. പാല് നന്നായിട്ട് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ, കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇന്ന് പാൽപ്പാട എളുപ്പത്തിൽ കോരിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഫ്രീസറിൽ വെക്കരുത്, താഴെ ഫ്രിഡ്ജിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഒരടപ്പ് വെച്ച് മൂടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച പാല് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ചെറിയൊരു മഞ്ഞ കളറിൽ നമ്മുടെ പാട കിടക്കുന്നത്. ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് കോരിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അരിപ്പയിലേക്ക് അരിച്ചു കൊടുത്താൽ പാട മുഴുവനായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ പാട കോരിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം അതിലേക്ക് ഞാൻ പാട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഇതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ പാല് കാച്ചിട്ട് എടുത്ത് വെച്ച പാട ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിപ്പോൾ ഏകദേശം ഞാൻ പാട എടുത്ത് വെച്ചത് 1.5 മാസത്തെ പാട ഉണ്ട് എൻ്റെ കയ്യിലിപ്പം. അപ്പം ഞാൻ എല്ലാം കൂടി ഒന്ന് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാലിൽ നിന്നും പാട എടുത്ത് സൂക്ഷിക്കുന്നത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താഴെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ചിലപ്പം പെട്ടെന്ന് തന്നെ കേടായിപ്പോവും. ഫ്രീസറിലാണെങ്കിൽ കുറേ കാലം നമുക്കതിൽ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. ഇനി ഞാൻ ഇതിൽ കുറച്ച് മോരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടറിനുണ്ടാകുന്ന ചെറിയൊരു കയ്പ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മോരൊഴിച്ച് കൊടുക്കുന്നത്. മോരൊഴിച്ച് കൊടുത്ത ശേഷം ഒരു 2-3 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷമാണ് ഇതിൽ നിന്ന് ബട്ടർ ഉണ്ടാക്കിയെടുക്കുക. ഇനി മോരൊഴിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ ബട്ടർ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മോരൊഴിച്ചിട്ട് 2 മണിക്കൂർ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ബട്ടർ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മോരൊഴിച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇപ്പം ബട്ടർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം ഇതെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വിസ്കോ സ്പൂണോ എന്തായാലും മതി. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫോർക്ക് ഉപയോഗിച്ചിട്ടായാലും നമ്മൾ സാധാ സ്പൂൺ ഉപയോഗിച്ചായാലും നമുക്ക് ഇതുപോലെ തന്നെ ബട്ടറാക്കി എടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബട്ടറും അതിലെ പാലും കൂടി വേർതിരിഞ്ഞ് വരുന്നത് നമുക്കിതിൽ കാണാം. അപ്പോൾ അതാ ബട്ടറും പാലും നന്നായിട്ട് വേർതിരിഞ്ഞ് വരുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വേർതിരിഞ്ഞ് കിട്ടും. ഇപ്പോൾ അതാ ബട്ടർ വേറെയും പാല് വേറെയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബട്ടറും പാലും തമ്മിലൊന്ന് വേർതിരിഞ്ഞ് വന്ന ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ബട്ടർ ഉരുട്ടിയെടുക്കാം. ബട്ടർ നന്നായിട്ട് ഉരുട്ടിയെടുത്ത ശേഷം നമ്മളൊരു ബൗളിൽ കുറച്ച് നല്ല തണുത്ത വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മുടെ ബട്ടർ കോരി ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല തണുത്ത വെള്ളം തന്നെ വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തണുത്ത വെള്ളമാകുമ്പോൾ നമുക്ക് എളുപ്പം ഈ ബട്ടർ ഒന്ന് കഴുകിയെടുക്കാൻ സാധിക്കും. ബട്ടറിൽ നിന്നും പാലിൻ്റെ അംശം മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പെട്ടെന്ന് തന്നെ ചീത്തായി പോവും. അതുകൊണ്ട് ബട്ടർ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഞാനിപ്പം കഴുകാൻ എളുപ്പത്തിന് ഇത് വലിയൊരു ബൗളിലേക്ക് മാറ്റിയതാണ്. നന്നായിട്ടൊന്ന് ഇതുപോലെ കഴുകിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലും കഴുകി കഴിഞ്ഞ ശേഷം ഇതൊന്നുകൂടി ഒന്ന് കഴുകിയെടുക്കണം. ഈ വെള്ളത്തിൻ്റെ കളറ് നല്ല തെളിഞ്ഞ വെള്ളമാകുന്നത് വരെ നന്നായിട്ട് തണുത്ത വെള്ളത്തിലിട്ട് ബട്ടർ കഴുകിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചിലപ്പം ചീത്തായി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർ ഇത് അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഇത് കഴുകിയെടുക്കണം. ഈ വെള്ളം ഒഴിവാക്കിയിട്ട് ഞാനിപ്പം കുറച്ചുകൂടി നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുകയാണ്. നന്നായിട്ട് തെളിഞ്ഞ് വരുന്നവരെ കഴുകിയെടുക്കണം, അത് നിർബന്ധമാണ്. ഇപ്പം ഞാൻ നമ്മുടെ ബട്ടർ ഒരു ക്ലീൻ റാപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ബട്ടർ.
ഇതിൻ്റെ ബാലൻസ് ഉള്ള ഇത് ബട്ടർ മിൽക്കാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ സംഭാരം ഉണ്ടാക്കാനും കറി വെക്കാനും പിന്നെ കേക്കിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മുടെ ബട്ടർ ഇത് ഏകദേശം ഒരു 3/4 കിലോ ബട്ടർ കിട്ടിയിട്ടുണ്ട് എനിക്കിപ്പം. തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിൽ.